ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ എന്നും കുക്കിംഗ് അല്ലേ. ഇന്നപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുന്നത് കണ്ടാലോ. നമ്മൾ ഇടയ്ക്ക് ചെയ്യുമ്പോൾ നമ്മൾ മടുക്കുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നത് കാണിക്കണം, അങ്ങനെയാണല്ലോ അല്ലേ. അപ്പോൾ ഇതാ നമ്മൾ നല്ല കപ്പയാണ്, വൈകുന്നേരമൊക്കെ നല്ല ചൂട് കപ്പ. ഇനി നമ്മൾ വാഴയിലൊക്കെ കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇതാ നമ്മൾ വാഴയിലയിലോട്ട് കപ്പയെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കപ്പയുടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുളകല്ലേ. അപ്പോൾ നമുക്ക് കാന്താരി കിട്ടില്ല, പക്ഷെ നമ്മൾ പച്ചമുളകും കൊണ്ട് നല്ല അടിപൊളി മുളക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പച്ചമുളകും ഉള്ളിയൊക്കെ നല്ല ഏറെ ഇട്ടിട്ട് നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇതാ നമ്മുടെ മുളക് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത മെയിൻ ഐറ്റം നമ്മുടെ ഉണക്കമീൻ. അപ്പോൾ കണ്ടില്ല, ആ ഉണക്കമീൻ എല്ലാം കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തൈരും കൂടിയാകാം. ആ ഒരു എരിവ് ബാലൻസ് ചെയ്യാൻ തൈര് നല്ലതാണ്. അപ്പോൾ തൈരൊക്കെ വെച്ച് നമുക്ക് കഴിക്കാം. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കഴിക്കുന്ന കണ്ടില്ലേ, നല്ല മുളകിന് ഈ കപ്പയെടുത്ത് മുളകെടുത്ത് ഇങ്ങനെ കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ് എന്നറിയാമോ. അടിപൊളിയാട്ടോ, ഒരു മസ്റ്റ് ട്രൈ ആണ്. പക്ഷേ നമ്മൾ ഉണ്ടാക്കലിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമല്ലേ, അപ്പോൾ ഒരു മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഞാനും എടുക്കുന്നുണ്ട്. നല്ല കപ്പയും കണ്ടില്ലേ, നല്ല മുളകൊക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കാം. പിന്നെ നമ്മൾ കപ്പയും ഈ നമ്മൾ ഉണക്കമീൻ വറുത്തപ്പോഴത്തേക്ക് അതിനകത്തോട്ട് മുളക് ഇട്ടിട്ടുണ്ട്. ആ മുളക് ഭയങ്കര ടേസ്റ്റാട്ടോ. അതും കുറച്ച് ഉണക്കമീനും മുളകും ആ തൈരും എല്ലാം കൂടെ ഇങ്ങനെ കൂട്ടി കഴിക്കുമ്പോഴത്തേക്കും എന്നാ ടേസ്റ്റാണെന്നറിയാമോ. അടിപൊളിയാട്ടോ, സൂപ്പറാണ്. അപ്പോൾ ഞാൻ ഇത് കഴിച്ച് തീർക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ് മറക്കണ്ട, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ കാണുന്നവർ. അപ്പോൾ തൈരൊക്കെ കൂട്ടി കഴിക്കാം, തൈര് ആ മുളകും കൂടി എടുക്കാം. അപ്പോൾ ഓക്കെ, ബൈ.